ആഗോള അയ്യപ്പ സംഗമത്തിലെ വിവാദങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അതൃപ്തി. അയ്യപ്പ സംഗമത്തെ വിവാദങ്ങളിൽ പെടുത്താൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് അജികുമാർ പറയുന്നു. നടക്കാൻ പോകുന്നത് വാണിജ്യ സംഗമമല്ലെന്നും ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്നും അഡ്വക്കേറ്റ് അജികുമാർ 24 പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ആഗോള അയ്യപ്പ സംഗമത്തെ വിവാദങ്ങളിൽ പെടുത്താനുള്ള ചില കേന്ദ്രങ്ങളുടെ ബോധപൂർവമായ ശ്രമം ഉപേക്ഷിക്കണം. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തുക എന്നതാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം. ജാതി മതഭേദമന്യേ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതും തത്വമസി അത് നീ തന്നെയാകുന്നു എന്ന മഹാസങ്കല്പം വിളിച്ചോതുന്ന ഒരു ആത്മീയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയുടെ പ്രാധാന്യം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശ്രമങ്ങളെ വിവാദത്തിൽപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ദയവായി അതിൽ നിന്ന് പിന്മാറണമെന്നാണ് വിനയപൂർവ്വം ദേവസ്വം ബോർഡിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നു. റിനു, വിശദാംശങ്ങൾ. SKN വലിയ വിവാദത്തിലേക്ക് പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട്. അതിൽ നിന്നൊക്കെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കക്ഷികളും പിന്മാറണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ദേവസ്വം ബോർഡിന് ഉള്ളത്. നിലവിലുള്ള ഈ വിവാദത്തിൽ വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട് ദേവസ്വം ബോർഡിന്. സംസ്ഥാന സർക്കാരിന് കീഴിൽ ദേവസ്വം ബോർഡാണ് ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. ഒരു തരത്തിലും രാഷ്ട്രീയപരമായിട്ടുള്ളൊരു വിവാദം ഉണ്ടാക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥന ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും അജികുമാർ ദേവസ്വം ബോർഡ് അംഗമാണ്. അദ്ദേഹം 24 പറഞ്ഞത് ഒരു വാണിജ്യമായിട്ടുള്ളൊരു മേളയോ ഒന്നും തന്നെ അല്ല എന്നുള്ളതാണ്. ശബരിമല ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു പരിപാടി മാത്രമാണ്. അതിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദം കൊണ്ടുവരണം അത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡിന്റെ ശ്രമങ്ങളെ എഴുത്തിക്കാട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരം ഇടപെടലുകൾ അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. എന്തായാലും ദേവസ്വം ബോർഡിന് ഇത്തരം ഇടപെടലുകളിൽ ഒരു അതൃപ്തിയുണ്ട്. നാളെ ദേവസ്വം ബോർഡ് സംയുക്തമായി തന്നെ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് നിലപാട് അറിയിക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. SKN. താങ്ക് യു റിനു ശ്രീധർ.